ഇവിടെ നിന്ന് മഞ്ഞ മുന്നേ അവിടെ ചാക്ക് പോയി നോക്കിയേക്കാം. അയ്യോ ഇവിടെയാണല്ലോ കേസ്. അതായത് കുട്ടി കണ്ടത് ഏതോ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി. ഇവിടെ എങ്ങാണ്ടല്ലേ സംഭവം നടന്നു. ഫോറൻസിക്കാരൊക്കെ എടുത്തോണ്ട് കേട്ടില്ലേ ഓടി. അവിടെ ചായക്കടക്കാരനുണ്ട്, നമുക്ക് അയാളോട് ചോദിച്ചു നോക്കിയാലോ. നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചാൽ നമുക്ക് അത് പത്രത്തിലോട്ട് ആക്കാലോ. നമുക്കത് അത് ഇൻഫോം ചെയ്യുന്ന ആൾക്കാര് നല്ലതല്ലേ. അതാ നമുക്ക് ആ ചായക്കടക്കാരനോട് ചോദിച്ചേക്കാം. എടോ 2 ചായ. സാറേ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാനല്ലേ വന്നേ, അല്ലാണ്ട് നമ്മൾ ചായ കുടിക്കാനല്ലല്ലോ വന്നേ. എടാ അതിനൊരു ഞാക്കൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ അയാൾക്ക് അയാൾക്ക് പൈസ ഒക്കെ കിട്ടൂലേ നമ്മൾ ചായ കുടിക്കുകയാണെങ്കിൽ. നമ്മൾ ചായ പറഞ്ഞില്ലേ, അപ്പം ആ ചായയുടെ പൈസ നമ്മളല്ലേ കൊടുക്കണേ. അപ്പം അയാൾക്കൊരു ഇൻട്രസ്റ്റ് തോന്നും പറയാൻ. ഇനി SI ഇങ്ങനെ ടിപ്പ് വല്ലതും തന്നാൽ അങ്ങനെ വളർത്താൽ മതി ചേട്ടാ. പിന്നെ ഇവിടെ മറ്റേ ഏതൊരു സ്കൂളിൽ പഠിക്കുന്ന എന്തോ ഡെഡ് ബോഡിയും കാര്യങ്ങളൊക്കെ കണ്ടെന്ന് പറഞ്ഞു. പിറ്റേന്നാ നടന്നേ. പിറ്റേന്നാ. അപ്പൊ അവിടെയല്ലേ ആ കൊച്ചൊന്നും നടന്നു പോവാറോ? അല്ല സാർ, ഇവിടെ ഒരു CCTV ക്യാമറ ഇവിടെ ഉണ്ടല്ലേ CCTV. അന്ന് എന്റെ ഫുട്ടേജ് ഒക്കെ ഇന്ന് ഈ പെൺഡ്രൈവിലോട്ട് ആക്കിയല്ലേ. ശരി സാറേ. ഞങ്ങളന്ന് അവിടെ ഒന്ന് പോയി ചെക്ക് ചെയ്തു. ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ എടുക്കണ്ടോ? ചക്കിലൊന്നുമില്ല, ഫോറൻസിക്കാർ എടുത്തോണ്ട് പോയി ബോഡിയെല്ലാം. മിനിങ്ങാന്നല്ലേ സാറേ? മിനിങ്ങാന്നായി, 2 ദിവസമായി. ആളും കൂടെ ഉണ്ടായിരുന്നല്ലോ. അവളിത് എവിടെ പോയി? അവള് വരാമെന്നവള് പറഞ്ഞു. അവളും കൂടെ വന്നായിരുന്നു. എളുപ്പമായിരുന്നു കേസ്. വന്നല്ല. ഇതെത്ര വൈകിയത്? ട്രാഫിക് ജാം. ജേറസ് അവിടെ എന്തോ ഏതൊരു കടയിൽ ചായ കുടിക്കുന്നു. ഇന്നലെ ആ മഴ പെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. നീ വന്നപ്പോ തന്നെ മഴ പെയ്തു. കഷ്ടം. വാ വണ്ടി കയറി. റേഡിയോ. ഇന്നലെ ആ മഴ പെയ്തുകൊണ്ടാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ആളുകൾ വന്നു. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് കേസെടുക്കണം. എന്നാ നമുക്ക് സർച്ചിങ് തുടങ്ങാം. വാ സാറേ, ഇവിടെ 2 സൈക്കിൾ നിൽക്കും. നമുക്ക് പിന്മാറാൻ പറ്റില്ല. ഒന്നുകൂടെ നോക്കിയതാ.
ഞാൻ മൂലയ്ക്ക് ചെക്ക് ചെയ്തായിരുന്നോ? ഇല്ല. അന്ന് അവിടെ ചെക്ക്. എന്തോ ഒരു പേപ്പർ അതിന്റെ അകത്തൊരു ചിഹ്നമുണ്ട്. അത് ശരി. ഞാൻ എടുക്കട്ടെ. പിന്നെ അന്നത്തെ എന്തോ എഴുതിയിട്ടുമുണ്ട്. ചോര. ഇല്ല. പിന്നെ എന്തൊരു അടയാളം ഉണ്ടല്ലോ. ഇത് എവിടെ കണ്ട പോലെയുണ്ട്. അടയാളം എവിടെയോ കണ്ടുണ്ട്. പേപ്പർ എന്തായാലും അവിടെ കൊണ്ടു വെച്ച് എവിടെ കിട്ടുന്നു. കുറച്ചായിരുന്നു പോയി കിടന്നേക്കാം. ഭയങ്കര റെസ്റ്റൊക്കെ എടുത്തു. അയ്യോ എന്നെ പിടിക്കല്ലേ. അയ്യോ പിടിക്കല്ലേ. അയ്യോ പിടിക്കല്ലേ. ആ കില്ലർ ആരാന്ന് എനിക്ക് കിട്ടി. എനിക്ക് കിട്ടി. ഞാനൊരു സ്വപ്നം കണ്ടു. അയാള് നീ എന്തീ കാട്ടിക്കൊണ്ടിരിക്കുന്നത്? കയ്യ് കാര്യം ഞാൻ പറയണ ശരി. അയാള് എന്നെ എങ്ങനെ കൊല്ലാൻ പോണ പോലെ. അയാളൊരു ഹാക്കറിന്റെ മാസ്ക് ഒരു മാസ്ക് ഇട്ടുണ്ടായിരുന്നു. ഹാക്കർ അല്ല, വേറെ എന്തൊരു മാസ്ക്. കൊന്നണ പോലെ കത്തി എടുത്ത് കുത്തണ പോലെ. എനിക്ക് പിടികിട്ടിയതാരാന്ന്. പണ്ടത്തെ ഒരു കേസില്ലേ, നമ്മൾ ആദ്യമായിട്ട് ജോയിൻ ചെയ്തപ്പോ ആദ്യത്തെ കേസ്. മറ്റേ 5-6 പേരെ ഒരു കാട്ടിന്ന് നമുക്ക് ബോഡി കിട്ടിയത്. അതും അവിടെ ഒരു ഇങ്ങനത്തെ ഹാക്കറിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അയാളെങ്ങാനാണോ ഇനി പിന്നില്? ഞാൻ കേട്ടുണ്ട്. അയാള് കൊറേ നാളത്തേക്ക് ജയിലിലായിരുന്നു. എല്ലാരും ഓർത്താലും മരിച്ചു. ആള് തിരിച്ചു വന്നെങ്കി ഞാൻ സ്വപ്നത്തിൽ മാസ്ക് കണ്ടു. ആളെ തൂക്കി കൊന്നില്ലേ? ആ അയാൾ വന്നിട്ട് പിന്നെ ഈ ചിഹ്നം ആ കാട്ടിലും ഉണ്ടായിരുന്നില്ലേ? ഈ ചിഹ്നം എന്താ സെയിം ചിഹ്നം നീ കണ്ടാവൂല. ആ സെയിം ചിഹ്നം തന്നെ ആ കാട്ടിലുണ്ടായിരുന്നു. പിന്നെ കില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അയാക്കടെ പണിയാ. നമുക്ക് എന്തായാലേ കാട്ടിൽ പോയാ നമുക്ക് അവിടെ ഒരു കാര്യം ചെയ്യാം. ഫയലൊന്നും എടുത്ത് നോക്കണം. നമുക്ക് കാട്ടിൽ പോയി നോക്കിയാൽ